മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിന്റെ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാറ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക, വിശ്വാസ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഭൗതികമായ പലതും നമ്മളിലേക്ക് കടന്നു വരുമ്പോ സുന്നത്തമയത്തിനെതിരില്ലാത്ത രീതിയിലൊക്കെ തന്നെ സുന്നത്തമയത്തിന് നിലനിൽക്കുന്ന രീതിയിൽ, അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ, അതിന് കളങ്കം പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ചു പോവുക എന്നുള്ളതും സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 അംഗം മുശാവറംഗം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരൊരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് കൂടിയാലോചിച്ച് സ്പഷ്ടമായ കാര്യങ്ങൾ വ്യക്തമായ തെളിവെടുത്ത് കൃത്യമായ രീതിയിലാണ് ആ കാര്യങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ മറുപടി പറയുന്ന കാര്യമല്ല, വ്യക്തമായി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അറിയിക്കാറ്. എത്ര ഫത്വകളോട് വരുന്നു, അത് കൂടി ആലോചിച്ച് ദിവസങ്ങളോളം കിതാബുകൾ മറിച്ച് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ സംരക്ഷണം, ദീനിന്റെ സംരക്ഷണം, വിശ്വാസ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത്. ഇനി അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ളതാണിത്, അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറാനുള്ളതാണ്. അതുകൊണ്ട് ഈ സംവിധാനം നിലനിർത്തണം, അത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഈ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും അതോടൊപ്പം വരാനിരിക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇന്റർനാഷണൽ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ, അന്താരാഷ്ട്ര സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം അതൊരു ഭംഗി വാക്കാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. 15 പരിപാടികളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100ാം വാർഷിക മഹാസംഗമത്തോടനുസരിച്ച് സമ്മേളനത്തോടനുസരിച്ച് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തഹയ്യ എന്ന വലിയൊരു പിരിവ് നടന്നു. അതിന്റെ ലക്ഷ്യം 15ഓളം പരിപാടികളാണ്. അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മദ്രസ നമുക്കുണ്ട്. 32 രാഷ്ട്രങ്ങളിലുള്ള പഠിതാക്കളാണ് അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലുള്ളവരുണ്ട്, ആഫ്രിക്കയിലുള്ളവരുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്. സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലുള്ള ഓഫീസിൽ വെച്ചുകൊണ്ട് 24 മണിക്കൂറാണ് അധ്യാപകരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 1000-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ 11,000-ൽ പരം മദ്രസകൾ നമുക്ക് സമസ്തയുടെ കീഴിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ രീതിയിലുള്ള മദ്രസ വിദ്യാഭ്യാസ സംവിധാനമാണ് അത് ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാതൃക എന്നുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് മാതൃകയായിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും അറിയാമല്ലോ, ഈ രാജ്യം എന്നുള്ളത്, നമ്മുടെ നാട് എന്നുള്ളത് ഇസ്ലാം കടന്നു വന്ന രാജ്യം. മഹാനായ മാലിക് ദിനാർ സംഘവും നമ്മളെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ജാതി വിവേചനം ഉണ്ടായിരുന്നു. ജാതിക്കുള്ള തടവറയിൽ അവരെ ഒതുങ്ങിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നും അവരെ സംരക്ഷിച്ചെടുത്തത് നമ്മുടെ സംസ്കാരമാണ്, ദീനിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം ആഗ്രഹിക്കുന്നവരാണ് ലോകത്തുള്ള ജനത മുഴുവനും. അതുകൊണ്ട് തന്നെയാണ് കേരളീയ രീതിയിൽ മദ്രസ സംവിധാനങ്ങൾ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ തുടർന്നുറിച്ചപ്പോ ഇന്ന് 11,000-ൽ പരം മദ്രസകളാണ്. മദ്രസയിൽ മാത്രം സമസ്ത നിർത്തുന്നില്ല. വീണ്ടും വലിയ വിദ്യാഭ്യാസ നാഷണൽ വിദ്യാഭ്യാസ സംവിധാനം നമുക്കുണ്ട്. നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിന്റെ പുറത്തുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തായി തമിഴ്നാട്ടിൽ വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം പ്രവർത്തനം ശാക്തീകരിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇവിടെ 20 കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിന് വ്യതിയാനം സംഭവിക്കുന്ന, ആദർശത്തിന് വ്യതിയാനം സംഭവിക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ പ്രവൃത്തി ഇന്ന് തമിഴ്നാട്ടിലേയും കടന്നു വന്നിട്ടുണ്ട്, പല പേരിലായി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആദർശ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സമസ്ത അവിടെയും എത്തി. മാത്രമല്ല, 4ഓളം വിദ്യാഭ്യാസ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുക. തിരുപ്പൂരിലുണ്ട്, രാമനാഥപുരത്തുണ്ട്, വാളയാറിലുണ്ട്, പറങ്കിപ്പേട്ടയിലുണ്ട്. 4 സ്ഥലങ്ങളിൽ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക. അതും സമസ്ത നേരിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ 4, 5, 6 ക്ലാസ്സിൽ പഠിക്കുന്ന തിരുപ്പൂരിലെ നല്ല കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ ദീന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ സുന്നത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ
തിരുപ്പൂരിലെ വിദ്യാർത്ഥികൾ എല്ലാ വെള്ളിയാഴ്ചകളും ചുറ്റുമുള്ള പള്ളികളിലൊക്കെ പോയി നല്ല സംസാരങ്ങൾ സംസാരിച്ച് അവരാകർഷിക്കുകയാണ്. കാരണം ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പാതയാണെന്ന് വ്യക്തമായി കൊടുക്കുമ്പോൾ, ഇതാണ് യഥാർത്ഥത്തിന്റെ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തമിഴ്നാട്ടിലും വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും നമ്മുടെ ഈ ഫണ്ട് ഉപയോഗിക്കുകയാണ്. തഹയ്യ എന്നുള്ള ഫണ്ട് അവിടെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും വലിയ പദ്ധതികളാണ്. മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമസ്ത നേരിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ തന്നെ സമസ്ത ഈ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ 15 പദ്ധതികളാണ് സമസ്ത നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് തഹയ്യ. നമുക്കറിയാം, സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. സമസ്ത സത്യത്തിന്റെ വഴിയിൽ, യഥാർത്ഥത്തിന്റെ വഴിയിൽ കളങ്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വസ്വരികളായ മഹാരഥന്മാർ നമ്മളിലേക്ക് ഏൽപ്പിച്ച ദൗത്യം അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ഈ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും അതോടൊപ്പം വരാനിരിക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. നമുക്കറിയാം, 10,000 മാത്രം ഒരുമിച്ച് കൂടുമെന്ന് ബാംഗ്ലൂരിൽ നാം ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷങ്ങൾ അവിടെ ഒരുമിച്ച് കൂടും. എന്നാൽ ആ ഒരു ഉദ്ഘാടന സമ്മേളനം ലക്ഷങ്ങളാണെങ്കിൽ എത്ര ലക്ഷങ്ങളായിരിക്കും കുണിയിൽ ഒരുമിച്ച് കൂടുക? അവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വലിയ പ്രഭാഷണങ്ങളൊന്നുമല്ല, വലിയ ആൾക്കൂട്ടമല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അവിടെ വെച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന സദാത്യങ്ങൾ, പണ്ഡിതന്മാർ ദുആ ചെയ്യും. നമ്മുടെ ഈമാന്റെ സലാമത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും ഇതിന് ഇജാബത്ത് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ ആമിയിൽ പങ്കെടുക്കാൻ മുൻകഴിഞ്ഞ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരൊക്കെ തന്നെ പറയാറില്ല, ബലൂചിസ്ഥാനെ സംബന്ധിച്ച് പറയാറില്ലല്ലോ, അവരൊക്കെ മഹാസമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ ആളുകളെ പറഞ്ഞേക്കുമായിരുന്നു. എന്താ കാരണം? അവിടുത്തെ സമ്മേളനത്തിന് വാക്കുകൾ കേൾക്കാൻ മാത്രമായിരുന്നില്ല, മറിച്ച് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആ ദുആയിൽ ആമീൻ പറയാനാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരു മഹാസമ്മേളനം അവിടെ വെച്ച് നടക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ പങ്കെടുത്തുകൊണ്ട്, ആമീനിൽ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനം വൻ വിജയമാക്കണം. അള്ളാഹു നമുക്ക് അതിൽ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിൽ കൂടാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പലരും ആഗ്രഹിച്ചവരുണ്ടാവും, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അള്ളാഹു പൂർണ്ണ ആഫിയത്ത്, ആരോഗ്യത്തോടുകൂടി ആ മഹാസമ്മേളനത്തിൽ, ആ സംഗമത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും ആയുസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും.